ഹലോ, വെൽക്കം ടു സ്കോളർ ലേണിംഗ് സൊല്യൂഷൻസ്. എൻ്റെ പേര് അശ്വതി. ഞാൻ ഓപ്ഷണൽ പേപ്പർ ആയിട്ടുള്ള ക്രിമിനോളജിയാണ് എടുക്കുന്നത്. നമുക്ക് ക്രിമിനോളജിയിൽ 4 ബ്ലോക്കുകളാണുള്ളത്. ഈ 4 ബ്ലോക്കിൽ 3 യൂണിറ്റ്സ് വീതമാണുള്ളത്. സോ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഈ ബ്ലോക്കിൻ്റെയും യൂണിറ്റിൻ്റെയും പേര് സെയിം ആണ്, ക്രൈം ആൻഡ് ക്രിമിനോളജി എന്നുള്ളതാണ് വരുന്നത്. ആൻഡ് ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ക്രൈം, അതിൻ്റെ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഉണ്ട്. അതേപോലെ ക്രിമിനോളജി എന്താണ്, ക്രിമിനൽ ജസ്റ്റിസ് എന്താണ്, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ക്രൈം, സിൻ, വൈസ് ആൻഡ് റോങ് എന്നുള്ളത്, പിന്നെ ഡീവിയൻസ് എന്താണ്, ഡെലിങ്ക്വൻസി എന്താണ്, ഈ ഒരു ക്രിമിനോളജീൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ നേച്ചർ ആൻഡ് സ്കോപ്പ്. ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഈ പേപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിതിൽ ഒരുപാട് ടെക്നിക്കൽ ടേംസ് വരുന്നുണ്ട്. നിയമങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ചില ക്രൈം, ക്രിമിനോളജി പോലുള്ള, ഡെലിങ്ക്വൻസി പോലുള്ള കുറച്ച് ടെക്നിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളത് അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യേണ്ടതാണ്. ബാക്കി നമ്മൾ ഡെഫിനിഷൻസ് ഒക്കെ മലയാളത്തിൽ എഴുതിയാലും ഈ ടേംസ് ചിലപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് തന്നെയായിരിക്കും പറയേണ്ടി വരിക. നമ്മൾ ഈ പേപ്പറിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്തിനാണ് നമ്മൾ ഈ ക്രൈം എന്നുള്ളതിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണേ? അതിൻ്റെ ആവശ്യമുണ്ടോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നേ? ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ കള്ളം കയറി എന്ന് വിചാരിക്കുക, മോഷണം നടത്തി. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കൊലപാതകം നടന്നു. ഇങ്ങനത്തെയൊക്കെ ന്യൂസ് കേൾക്കുന്ന സമയത്ത് എന്തായിരിക്കും നമുക്ക് തോന്നുന്ന തോട്ട്സ്? നമ്മൾ സേഫ് ആണോ? ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വരെ ഈ ഒരു ക്രൈം എത്തി, ഞാൻ മുന്നേ ദൂര സ്ഥലങ്ങളിൽ നടന്നു എന്ന് കേട്ടിരുന്ന പല കാര്യങ്ങൾ, കൊലപാതകം പോലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ നടക്കുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം ആളുകൾ ചെറുതായിട്ടൊന്ന് പാനിക് ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? അതായത് നമ്മൾ വേറെ ആർക്കോ വേറെ എവിടെയോ സംഭവിച്ചു എന്ന് കേൾക്കുന്ന ക്രൈംസൊക്കെ നമ്മളുടെ ഒരു ഡെയിലി ലൈഫിൽ അതിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കുറച്ച് ക്യൂരിയസ് ആവും, നമ്മൾ പാനിക് ആവും, ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ സമാധാനം, സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള അവകാശങ്ങൾ നിലനിർത്താനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രൈംസിനെ കുറിച്ച് പഠിക്കുന്നതും അതിന് റിലേറ്റഡ് ആയിട്ട് കുറേ ലോസും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഭരണ സംവിധാനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നമ്മൾ എന്താണ് ക്രൈം എന്നുള്ളതൊന്ന് നോക്കാം. വാട്ട് ഈസ് ക്രൈം എന്നുള്ള? ക്രൈം അല്ലെങ്കിൽ കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നിയമങ്ങൾ ലംഘിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാതെ വരുന്നതോ ആയിട്ടുള്ള പ്രവൃത്തികളെയാണ് നമ്മൾ സിംപ്ലി ഒരു ക്രൈം അല്ലെങ്കിൽ കുറ്റകൃത്യം എന്നുള്ള രീതിയിൽ പറയുന്നത്. അങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പോക്സോ കേസ് നടന്നു. ഓക്കെ, ഒരു വ്യക്തി ഒരു കുട്ടിയുടെ അടുത്ത്, കുട്ടി എന്ന് പറയുമ്പോൾ 18 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിയുടെ അടുത്ത് ലൈംഗിക ഉദ്ദേശത്തോടു കൂടിയിട്ട് പെരുമാറി. അല്ലെങ്കിൽ അതിപ്പം ഫിസിക്കൽ ആക്ട് തന്നെ ആയിക്കൊള്ളണം എന്നില്ല, വെർബലിയോ എങ്ങനെയോ ആയിക്കോട്ടെ, ഈ പോക്സോ കേസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സംഭവം നടന്നു എന്ന് കരുതുക. അപ്പോൾ ലീഗൽ വൈസ് എന്തായിരിക്കും? ഈ ഒരു പ്രവൃത്തി ചെയ്ത ആള് കുറ്റവാളിയായി അല്ലേ? ഇതേ സമയം ഈ കുട്ടി നമ്മുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ഇങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ അപ്രോച്ച് ചെയ്തു, എന്നെ ഇങ്ങനെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ളൊരു സാധനം പറയുന്ന സമയത്ത് ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ നമുക്കൊക്കെ ഉള്ള ഒരു ഉത്തരവാദിത്തമുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തി, ഈ ക്രൈം കമ്മിറ്റ് ചെയ്ത ആളെ പോലെ തന്നെ ഈ ഇൻഫർമേഷൻ അറിഞ്ഞ വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ കൺസേൺഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത്, പോലീസിലോ അല്ലെങ്കിൽ ഈ കുട്ടീൻ്റെ പാരൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ചൈൽഡ് ഹെൽപ്പ് ലൈനിലോ ചൈൽഡ് വെൽഫെയർ ഓഫീസറുടെ അടുത്തോ ഒന്നും ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാനത് ഹൈഡ് ചെയ്ത് വെച്ചു. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ചെയ്യേണ്ടിയിരുന്ന എൻ്റെ മുകളിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാതിരിക്കുക ചെയ്തിട്ടില്ല. സോ അപ്പോഴെന്തായി? ഞാനും ആ ഒരു കുറ്റകൃത്യത്തിൻ്റെ പാർട്ടായി. ഇത് നമ്മൾ ഒരുപാട് പോക്സോ കേസുകളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഈ പോക്സോ കാര്യം കഴിഞ്ഞിട്ട് ഈ കുട്ടി പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഈ കുട്ടി പ്രഗ്നൻ്റ് ആയിട്ട് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇങ്ങനെ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ആ കുട്ടീനെ കൺസൾട്ട് ചെയ്യുന്ന ആ ഒരു ഡോക്ടർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു റീസെൻറ്റ് ഇയേഴ്സിൽ നടന്ന ഒരു കേസിൽ അങ്ങനെ ഈ ഡോക്ടറെയും കൂടി പ്രതി ചേർത്ത് വന്നിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ക്രൈം എന്ന് പറയുമ്പോൾ, കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ നിയമങ്ങൾ ലംഘിക്കുന്നത് മാത്രമല്ല, നമ്മൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ ഒമിറ്റ് ചെയ്ത് കളയുന്നതും കൂടെ
എന്താണ് ക്രൈം അല്ലെങ്കിൽ കുറ്റകൃത്യം എന്നുള്ളതിൽ പെടുന്നതാണ്. അപ്പം ഈ ക്രൈം എന്നുള്ള വേർഡ് ക്രിമോസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇവോൾവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മീനിങ് വരുന്നത് ടു അക്യൂസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഒരുപാട് ആളുകൾ ക്രൈമിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും സിമ്പിൾസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പറഞ്ഞു. ഇതേപോലെ ഒരുപാട് ലോയേഴ്സ് അല്ലെങ്കിൽ ക്രിമിനോളജിസ്റ്റുകളൊക്കെ ഡെഫിനിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഇറ്റാലിയൻ ക്രിമിനോളജിസ്റ്റ് ആയിട്ടുള്ള റഫേലെ ഗെറോഫെലോ എന്ന് പറയുന്ന ആളുടെ ഒരു ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇതിൽ പറഞ്ഞിട്ടുള്ളത് വയലേഷൻ ഓഫ് സെന്റിമെന്റ് ഓഫ് പ്രോബിറ്റി ആൻഡ് പിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഇതിന് ഒന്ന് മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രോബിറ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത, പിറ്റി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി, കരുണ എന്നുള്ളൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പം ഈ കരുണ അല്ലെങ്കിൽ സഹാനുഭൂതി, സത്യസന്ധത, ഇതിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അതിനെയൊക്കെ ലംഘിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ടല്ലോ. നമ്മളുടെ മനസ്സിൽ തോന്നുകയാണ് അയ്യോ ഈ ഒരു കാര്യം ചെയ്യുന്നത് തെറ്റാണ് എന്ന് തോന്നുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ചെയ്യുന്നതാണ് എന്താണ് ക്രൈം എന്നുള്ളതാണ് ഇറ്റാലിയൻ ക്രിമിനോളജിസ്റ്റ് ആയിട്ടുള്ള റഫേലെ ഗെറോഫെലോ പറഞ്ഞിട്ടുള്ളത്. നിഷ്കളങ്കതയുടെയും കരുണയുടെയും വികാരങ്ങളെ ലംഘിക്കുന്നതാണ് കുറ്റകൃത്യം. ഓക്കെ, അപ്പം ഇതിനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രൈം ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകളുടെയും ഒരു മെൻറ്റാലിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് മറ്റുള്ളവരോട് ഒരു സഹാനുഭൂതി അല്ലെങ്കിൽ അവരുടെ കണ്ടീഷനോടോ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനോടോ ഒരു കരുണയോ കാര്യങ്ങളൊന്നും തോന്നില്ല. കാരണം അങ്ങനെ ഒരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ കൊലപാതകവും കാര്യങ്ങളും ചെയ്യൂലല്ലോ. മറ്റൊരാൾക്ക് ഞാൻ ഈ ആക്ട് ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് വേദനിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ആ ഒരു ആക്ടിവിറ്റി കമ്മിറ്റ് ചെയ്യൂലല്ലോ, അങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യൂലല്ലോ. സോ അതാണ് ഗെറോഫെലോ പറഞ്ഞിട്ടുള്ള ഡെഫിനേഷനിലുള്ളത്. ആൻഡ് അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള ആളാണ് പോൾ ടപ്പാൻ എന്ന് പറയുന്നത്. പോൾ ടപ്പാൻ പറഞ്ഞിട്ടുള്ള നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ക്രൈം ഈസ് എൻ intentional act or omission in violation of criminal law committed without any defense or justification and penalized by the law as felony or misdemeanor എന്നുള്ളതാണ് പോൾ ടപ്പാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആളുടെ ഒരു കൺസെപ്റ്റിൽ ഒരു ക്രൈം അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പ്രവൃത്തി, മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ലോ അതിനെ നമ്മൾ ഒമിറ്റ് ചെയ്ത് ഒഴിവാക്കി വിടുക അല്ലെങ്കിൽ പരിഗണിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത്. അതേപോലെ ഒരു കാരണവശാലും നമുക്ക് ഡിഫെൻഡ് ചെയ്യാനോ ജസ്റ്റിഫൈ ചെയ്യാനോ അതിന് എന്താ പറയുക, നമുക്ക് ന്യായീകരിക്കാനും പ്രതിരോധിക്കാനും കഴിയാത്തവണ്ണം, നിയമപരമായിട്ട് നമുക്ക് ന്യായീകരിക്കാനും പ്രതിരോധിക്കാനും കഴിയാത്തവണ്ണം നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്ന് പറയുന്നുണ്ട്. അത് ചെറിയ കുറ്റകൃത്യങ്ങൾ മുതൽ വലിയ കുറ്റകൃത്യങ്ങൾ വരെ, അത്രയും എക്സ്റ്റെൻറ്റ് വരെയുള്ള ഏത് പ്രവൃത്തിയുമായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ കുറ്റകൃത്യം എന്നത് ഒരു ക്രിമിനൽ നിയമത്തെ ലംഘിക്കുന്നതും യാതൊരു നിയമപരമായി പ്രതിരോധിക്കാനോ ന്യായീകരിക്കാനോ കഴിയാത്തവണ്ണം മനഃപൂർവ്വം ചെയ്തതോ ആയിട്ടുള്ള പ്രവൃത്തിയാണ് ക്രൈം അല്ലെങ്കിൽ കുറ്റകൃത്യം എന്നുള്ളതാണ് പോൾ ടപ്പാൻ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ അതിനെ നിയമത്തിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുരുതരമായ കുറ്റമായിട്ടോ അല്ലെങ്കിൽ ലഘുവായിട്ടുള്ള കുറ്റമായിട്ടോ എങ്ങനെ വേണമെങ്കിലും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയും കൂടി ആയിരിക്കണം എന്നുള്ളതാണ് പോൾ ടപ്പാൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഡൊണാൾഡ് ടാഫ്റ്റിൻ്റെ ഡെഫിനിഷനാണ് അടുത്തത് വരുന്നത്. ഡൊണാൾഡ് ടാഫ്റ്റ് പറഞ്ഞിട്ടുള്ളത് ക്രൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറ്റകൃത്യം എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഇഞ്ചുറിയാണ്, അതായത് സമൂഹത്തിന് ഹാനി ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ക്രൈം എന്നുള്ളതാണ് ഡൊണാൾഡ് ടാഫ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ആൻ എക്സ്പ്രഷൻ ഓഫ് സബ്ജക്റ്റീവ് ഒപ്പീനിയൻ വേരിയിങ് ടൈം ആൻഡ് പ്ലേസ് എന്നുള്ളത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രവൃത്തി കുറ്റകൃത്യമാണോ അല്ലയോ എന്നുള്ളത് കാലഘട്ടത്തിനും ഓരോ സ്ഥലങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിട്ടുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ തെറ്റാണ് അല്ലെങ്കിൽ കുറ്റകൃത്യമാണ് എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഇന്ന് ലീഗലി അതൊരു കുറ്റകൃത്യമായിരിക്കില്ല. അല്ലെങ്കിൽ പണ്ട് കാലത്ത് കുറ്റകരമല്ലാത്ത ഒരു പ്രവൃത്തി ലീഗലി നോക്കുകയാണെങ്കിൽ കുറ്റകൃത്യമല്ലാത്തൊരു പ്രവൃത്തി ഇന്ന് കുറ്റകൃത്യമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാവും. ഇതാണ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ന് പറയുന്നത്. ഇനി പ്ലേസസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ലീഗലി
ക്രൈമായിട്ട് പറഞ്ഞിട്ടുള്ള അല്ലെ കുറ്റകൃത്യമാണ് എന്ന് നമ്മുടെ നിയമം പറയുന്ന ഒരു കാര്യം മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അത് കുറ്റകരമായിക്കൊള്ളണം എന്നില്ല. സോ ഇങ്ങനെ ടൈമിൻ്റെയും സമയത്തിൻ്റെ കാലഘട്ടത്തിൻ്റെയും അതേപോലെ സ്ഥലങ്ങളുടെയും വ്യത്യാസത്തിലും ക്രൈമിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഡൊണാൾഡ് ടാഫ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി ക്രിമിനൽ സയൻസിന്റെ ബ്രാഞ്ചസിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്രിമിനൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്രൈം എന്താണെന്നുള്ള ഡെഫിനിഷൻസ് അല്ലെങ്കിൽ എന്താണെന്നൊരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്രിമിനൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്രിമിനൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഈ ക്രൈമിനെ കുറിച്ച് പഠിക്കുക, അത് തന്നെയാണ്. സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സയൻറ്റിഫിക്കലി പഠിക്കുക, ശാസ്ത്രീയപരമായിട്ട് നമ്മൾ അതിനെ പഠിക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്രിമിനൽ സയൻസ് എന്ന് പറഞ്ഞാൽ ക്രൈമിനെ കുറിച്ച്, കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ടും അതിൻ്റെ അനുബന്ധ ഏരിയാസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് 2 ശാഖകളാണുള്ളത്, ക്രിമിനോളജി ആൻഡ് പീനോളജി എന്ന് പറയും. അപ്പോൾ ക്രിമിനോളജി എന്ന് പറയുമ്പം കുറ്റകൃത്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്നതും പീനോളജി എന്ന് പറയുമ്പം അതിൻ്റെ ശിക്ഷ അല്ലെങ്കിൽ കസ്റ്റഡി കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നതുമാണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ക്രിമിനോളജിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്, അതുകൊണ്ട് പീനോളജി എന്താണെന്നുള്ളത് നോക്കാം. കസ്റ്റഡി അല്ലെങ്കിൽ കുറ്റവാളികളുടെ പുനരധിവാസം, ചികിത്സ, പിന്നെ കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാനോ വേണ്ടുന്ന ഫർദർ ആക്ഷൻസ് എടുക്കുക, തുടർ പ്രവർത്തനങ്ങൾ എടുക്കുക, ഇതൊക്കെയാണ് പീനോളജിയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നതിനെയാണ് പീനോളജി എന്ന് നമ്മൾ പറയുക. പീനോളജി ഇസ് ദി സ്റ്റഡി ഓഫ് കസ്റ്റഡി, ട്രീറ്റ്മെൻറ്റ്, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ക്രൈം എന്നുള്ളതാണ്. സോ അപ്പോൾ നമുക്ക് ഇനി ക്രിമിനോളജി എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്രിമിനോളജിനെ കുറിച്ച് പറയുമ്പം ആദ്യമായിട്ട് ക്രിമിനൽസിനെ കുറിച്ചിട്ട് ഒരു സയൻറ്റിഫിക് സ്റ്റഡി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അത് കൊണ്ടുവന്ന ആള് സിസേർ ലൊംബ്രോസോ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. സോ അദ്ദേഹത്തിനെ തന്നെയാണ് നമ്മൾ ഫാദർ ഓഫ് മോഡേൺ ക്രിമിനോളജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്രിമിനൽ ബിഹേവിയറും നമ്മളുടെ ബയോളജിക്കൽ, അതായത് ജീവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും തമ്മിലൊരു ലിങ്ക് ഉണ്ട്, ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ലൊംബ്രോസോ ആണ്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ദ ക്രിമിനൽ മാൻ എന്ന് പറയുന്ന പുസ്തകം. ഓക്കെ, അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി ക്രിമിനോളജി എന്നുള്ള ടേം നമ്മൾ പറഞ്ഞു, ക്രിമോസ് എന്നുള്ള ലാറ്റിൻ വേർഡ് നിന്നാണ് ക്രിമിനോളജി എന്നുള്ള അല്ലെങ്കിൽ ക്രൈം എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് എന്നുള്ള പറഞ്ഞു. സോറി, ക്രിമിനോളജി എന്നുള്ള ടേം ആദ്യമായിട്ട് യൂസ് ചെയ്ത 2 വ്യക്തികൾ, അതായത് ഏകദേശം ഒരേ സമയത്ത് തന്നെ ഇറ്റലിയിലും അതേപോലെ ഫ്രാൻസിലും ഉള്ള 2 വ്യക്തികളാണ് ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ഈ ഒരു ടേം യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ റഫേലെ ഗരോഫലോയും അതേപോലെ പോൾ ടോപ്പിനാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 2 വ്യക്തികളാണ് ക്രിമിനോളജി എന്നുള്ള ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഏകദേശം ഒരേ സമയത്താണെന്നുള്ള പറഞ്ഞല്ലോ. ഓക്കെ, ദെൻ ഈ ഡോക്ടർ കെന്നി പറഞ്ഞിട്ടുള്ളത് ക്രിമിനോളജി എന്ന് പറയുന്നത് ക്രിമിനൽ സയൻസിൻ്റെ ഒരു ശാഖയാണ്, ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് എന്നുള്ളതാണ്. ആൻഡ് വിച്ച് ഡീൽസ് വിത്ത് ക്രൈം കോസേഷൻ അനാലിസിസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ക്രൈം എന്നുള്ളത്, അതായത് കുറ്റകൃത്യം, ഈ കുറ്റകൃത്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെ പഠിക്കുക, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക, അതേപോലെ ആ കുറ്റകൃത്യത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. ഇതൊക്കെ ചെയ്തിട്ട് ക്രൈം പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതിനൊക്കെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു ക്രിമിനൽ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് ക്രിമിനോളജി എന്നുള്ളതാണ് ഡോക്ടർ കെന്നി പറഞ്ഞിട്ടുള്ളത്. കുറ്റകൃത്യങ്ങളുടെ കാരണനിർണയം, വിശകലനം, കുറ്റകൃത്യങ്ങൾ തടയൽ എന്നിവ കൈകാര്യം ചെയ്യുന്ന ക്രിമിനൽ സയൻസിന്റെ ഒരു ശാസ്ത്രശാഖയാണ് ക്രിമിനോളജി. ദെൻ കോൾമാൻ ആൻഡ് നോറിസ് എന്ന് പറയുന്ന 2 വ്യക്തികൾ പറഞ്ഞിട്ടുള്ള ക്രിമിനോളജി എന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് ക്രൈമും അതേപോലെ തന്നെ മോഡ് ബൈ വിച്ച് ദ ക്രൈം ക്യാൻ ബി കൺട്രോൾഡ്. ഓരോ കുറ്റകൃത്യങ്ങളെയും നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നേച്ചർ അനുസരിച്ച് ഓരോ കുറ്റകൃത്യത്തിൻ്റെയും പ്രത്യേകതകൾ അനുസരിച്ചിട്ട് അതിനെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ്, അല്ലെങ്കിൽ ഒരു അനാലിസിസ് ആണ്, ഒരു വിശകലനമാണ് എന്നുള്ളതാണ്
കോൾമാൻ ആൻഡ് നോറിസ് ക്രിമിനോളജിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതേപോലെ സദർലാൻഡ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ക്രിമിനോളജി എന്നത് ഒരു കുറ്റകൃത്യങ്ങളും കുറ്റപ്രവണതകളും ഒരു സാമൂഹിക പ്രതിഭാസമാണ് എന്നുള്ളതും അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ക്രിമിനോളജീൻ്റെ പാർട്ട് എന്നുള്ളതുമാണ് പറഞ്ഞിട്ടുള്ളത്. സമൂഹത്തിൽ ഈ കുറ്റകൃത്യങ്ങൾ എന്തൊക്കെ സ്വാധീനമാണ് ഉണ്ടാക്കുന്നത്? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ തൊട്ടടുത്ത് ഒരു ക്രൈം നടക്കുന്ന സമയത്ത് അത് എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മളുടെ ഒരു ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ലൊക്കാലിറ്റിയിലോ അതിൻ്റെ സറൗണ്ടിങ് ലൊക്കാലിറ്റീസിലൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും പിന്നെ അതേപോലെ ഈ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളുടെ സ്വഭാവത്തിനെ പറ്റിയിട്ട് പെരുമാറ്റത്തെ പറ്റിയിട്ട് ഇത് കാരണം ഉണ്ടാവുന്ന ഈ സ്വഭാവത്തിൽ പെരുമാറ്റത്തിലും ബാക്കിയുള്ളവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ട് ഇതിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ക്രിമിനോളജി എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. മുന്നത്തെ ആളുകളൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ക്രൈം എന്നുള്ള ബേസിൽ മാത്രമാണ്. പക്ഷേ സദർലാൻഡ് ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ടേമും കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഡെലിൻക്വൻസി എന്നുള്ളത്. അതായത് ജുവനൈൽസ്, കുട്ടികൾ ചെയ്യുന്ന ചില കുറ്റകൃത്യങ്ങളുണ്ട്. അപ്പം നമ്മൾ പ്രായത്തിൻ്റെ ഇളവുകളൊക്കെ കൺസിഡർ ചെയ്യും എന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുമ്പോൾ അത് അത്രയും ഇൻറ്റൻസിലുള്ള ഒരു ക്രൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ക്രൈമായിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പം ഇതിൽ ഡെലിൻക്വൻസി എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇല്ലീഗൽ അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ, നിയമവിരുദ്ധം അല്ലെങ്കിൽ സാമൂഹ വിരുദ്ധമായിട്ടുള്ള ബിഹേവിയേഴ്സ്, കുട്ടികൾ കാണിക്കുന്ന ബിഹേവിയേഴ്സിനെയാണ് ഡെലിൻക്വൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ക്രിമിനോളജിയിൽ ക്രൈം എന്നുള്ളതിനെ എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പ്രവൃത്തി, ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിനെ കുറ്റകൃത്യമായിട്ട് കൺസിഡർ ചെയ്യുക 2 പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ്. അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് നല്ലം ക്രിമൻ സിനെ ലേഗെ എന്ന് പറയുന്നത്. വിച്ച് മീൻസ് അത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഞാനൊരു പ്രവൃത്തി ചെയ്തു, ഈ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ, ഇപ്പം ഞാൻ നിൽക്കുന്ന രാജ്യം ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യയിൽ ഇത് ലീഗലി കുറ്റകൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഒരു പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് നിയമം അനുസരിച്ച് കുറ്റകൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നല്ലം ക്രിമൻ സിനെ ലേഗെ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരു രാജ്യത്ത് ഒരു പ്രവൃത്തി കുറ്റകൃത്യമായി, നിയമപരമായിട്ട് ഈ പ്രവൃത്തി കുറ്റകൃത്യമാണ് എന്ന് നിർവചിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് അയാളെ ശിക്ഷിക്കാൻ പറ്റില്ല. സോ ഇപ്പം നിയമത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് നല്ലം ഫീന സിനെ ലേഗെ എന്ന് പറയുന്നത്. എ പേഴ്സൺ കനോട്ട് ബി പണിഷ്ഡ് ഓർ ഫോർ എൻ ആക്ട് അൺലെസ് ഇറ്റ് ഈസ് മെയ്ഡ് പണിഷബിൾ അണ്ടർ ദി ലോ എന്നുള്ള. നേരത്തെ ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, നമ്മൾ ഒരു രാജ്യത്ത് ഇതൊരു കുറ്റകൃത്യമാണ് എന്നുള്ള രീതിയിൽ നിർവചിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ശിക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇവിടെ നല്ലം ഫീന സിനെ ലേഗയിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ പ്രവൃത്തിക്ക് ഇന്ന ശിക്ഷയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ശിക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള. നിയമം ശിക്ഷാർഹമാക്കാത്ത പ്രവൃത്തിക്ക് ഒരാളെ ശിക്ഷിക്കാനാവില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് പല കേസസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ എന്തൊക്കെയായിരിക്കും അതിന് കിട്ടുന്ന ഒരു പണിഷ്മെന്റ് എന്നുള്ളതും കൂടി നമ്മളുടെ നിയമങ്ങൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത്ര വർഷം മുതൽ ഇത്ര വർഷം വരെ തടവും ഇത്ര രൂപ വരെ പിഴയും ഈടാക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല കേസസിലും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു പോക്സോ കേസിന്റെ കാര്യത്തിൽ അവർ 120 ഇയേഴ്സ് എങ്ങാനോ 100+ ഇയേഴ്സ് എന്തായാലും ഉണ്ട്, അത്രയും ഇയേഴ്സ് ഒരാൾക്ക് തടവ് ശിക്ഷ വിധിച്ചു എന്നുള്ളത്. അപ്പം നമുക്ക് തന്നെ ഡൗട്ടാണ്, നമ്മൾ 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുമോ എന്നുള്ളൊരു കാര്യം അല്ലേ. അപ്പം ഇത്രയും വർഷങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് തടവ് കിട്ടിയത്, അല്ലെങ്കിൽ ഇത്രയും വർഷത്തിന്റെ ഒരു കാര്യം എന്തുകൊണ്ടാണ് അവിടെ പറയണേ, ഇവർക്കൊന്നും ലോജിക്കില്ലേ എന്നുള്ള സാധനം ചില ആളുകളെങ്കിലും ചിന്തിക്കാം. പക്ഷെ ഇതിൽ വരുന്ന എന്താ വെച്ചാൽ, നമ്മൾ ഒരു കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് നിയമലംഘനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും.
പോക്സോ കേസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് സെക്ഷൽ ഇന്റൻഷനോട് കൂടി ആ കുട്ടീനെ നോക്കിയത് മുതൽ അതിനുള്ള ആക്ഷൻസ് എടുത്ത മുതൽ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞത് മുതൽ ആ കുട്ടി പ്രഗ്നന്റ് ആയി എന്നുള്ളതും ആ കുട്ടീൻ്റെ ലൈഫിനെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു റിസൾട്ടാണ് അതിൽ വന്നിട്ടുള്ളത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഓരോ കുറ്റകൃത്യത്തിൻ്റെയും പണിഷ്മെന്റ്സ് ആഡ് ഓൺ ചെയ്തിട്ടാണ് ലാസ്റ്റ് ഇത്ര വർഷം തടവ് ഇത്ര രൂപ പിഴ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ലാസ്റ്റിൽ എത്തുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഒരു രാജ്യത്ത് നിയമപരമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ക്രൈമാണ് എന്ന് നിർവചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആള് ക്രിമിനൽ എന്താണോ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് സഫർ ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ തടവ് ശിക്ഷയാണോ ബാക്കി എന്താണോ അതിന്റെ പണിഷ്മെന്റ് എന്താണെങ്കിലും അത് അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ്. രണ്ടാമത്തെ കാര്യം, നിർവചിക്കപ്പെട്ടിട്ടുള്ള ശിക്ഷകൾ ഉണ്ടാവും ഓരോ കാര്യങ്ങൾക്കും. സോ ആ ഒരു ശിക്ഷകളാണ് അവർക്ക് കൊടുക്കാനും പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇനി അടുത്ത് നമ്മൾ കടക്കാൻ പോകുന്ന തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ്. അപ്പോൾ ക്രിമിനോളജീനെ നമുക്ക് തിയററ്റിക്കലി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രിമിനൽ ബയോളജി, ക്രിമിനൽ സോഷ്യോളജി, ക്രിമിനൽ സൈക്കോളജി, ക്രിമിനൽ ആന്ത്രപ്പോളജി, അതേപോലെ ക്രിമിനൽ സൈക്കോ ന്യൂറോപത്തോളജി എന്നിങ്ങനെ 4-5 കാറ്റഗറീസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയററ്റിക്കൽ ആസ്പെക്റ്റിൽ ക്രിമിനൽ ബയോളജി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ഇൻറ്റു വേരിയസ് ബയോളജിക്കൽ കോസസ്. ബയോളജിക്കലായിട്ട് ജീവശാസ്ത്രപരമായിട്ട് ഉള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു ഏരിയ ആണ് ക്രിമിനൽ ബയോളജി എന്ന് പറയുന്നത്. ഇനി ക്രിമിനൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എൻക്വയർസ് അബൌട്ട് ദി ഇഫക്റ്റ് ഓഫ് സറൗണ്ടിങ്സ് ആൻഡ് എൻവയോൺമെന്റ് ഓൺ ക്രിമിനൽസ്. ഒരു കുറ്റവാളി, ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ഒരാളുടെ ചുറ്റുപാടും പരിസരവും ആൾ ജീവിച്ച് വന്നിട്ടുള്ള അയാളുടെ എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ക്രിമിനൽ ബിഹേവിയറിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ളത്, ഈ ക്രിമിനലിനെ എങ്ങനെയാണ് അയാളുടെ പരിസരവും അല്ലെങ്കിൽ സാമൂഹിക ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്രിമിനൽ സോഷ്യോളജിയിൽ നമ്മൾ നോക്കുന്നത്. ക്രിമിനൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഈ ക്രിമിനൽ ബിഹേവിയർ, അതായത് ഹ്യൂമൻ്റെ, ഒരു മനുഷ്യൻ്റെ ക്രിമിനൽ നേച്ചറും ആളുടെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ്, ഇപ്പം ആൾ ചിന്തിക്കുന്ന രീതികൾ, ഇമോഷൻസ്, അങ്ങനത്തെ വികാരപരം അല്ലെങ്കിൽ ചിന്താപരവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇയാളെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ളത്, ഒരു കുറ്റകൃത്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള സാധനമാണ് ക്രിമിനൽ സൈക്കോളജിയിൽ നമ്മൾ നോക്കുന്നത്. മനുഷ്യന്റെ വികാരപരമായിട്ടുള്ള സ്വഭാവവുമായി കുറ്റപ്രവണതയ്ക്കുള്ള ബന്ധം പഠിക്കുകയാണ് ക്രിമിനൽ സൈക്കോളജിയിൽ. ആൻഡ് നെക്സ്റ്റ് ക്രിമിനൽ ആന്ത്രപ്പോളജി. ക്രിമിനൽ ആന്ത്രപ്പോളജിയിൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഈ ക്രിമിനൽസിന്റെ ബിഹേവിയറും അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സും തമ്മിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കുറ്റവാളികളുടെ വ്യക്തിത്വത്തെ ശാരീരിക സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ചില ക്രൈമൊക്കെ നടത്തുമ്പം കുറ്റവാളി നമ്മളടുത്ത് വന്ന് പറഞ്ഞോളന്നില്ലല്ലോ ഞാനാണ് ഈ ക്രൈം ചെയ്തതെന്നുള്ളത്. അപ്പോൾ ആളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസും ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് കണക്ട് ചെയ്യുക എന്നുള്ള ഒരു സംഭവമാണ് ക്രിമിനൽ ആന്ത്രപ്പോളജിയിൽ വരുന്ന ഒരു കാര്യം. കുറ്റവാളികളുടെ ശാരീരിക സവിശേഷതകളും പ്രവണതയും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളതാണ് ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്രിമിനൽ സൈക്കോ ന്യൂറോ പത്തോളജി എന്നുള്ള കാര്യം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, മാനസിക രോഗിയാണ് എന്നുള്ളൊരു കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ശിക്ഷയെന്നൊക്കെ നമുക്ക് എളുപ്പം മോചി പോരാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള. ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നടന്നൊരു ഇൻസിഡന്റ് ആയിരുന്നു. ഒരു പെർട്ടിക്കുലർ ക്രൈമിൽ, അത് ഏതാ ക്രൈം എന്ന് ഞാൻ ഓർക്കുന്നില്ല, കുറ്റവാളി ജയിലിലെ ലൈബ്രറിയിൽ നിന്ന് ബുക്സ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ഒക്കെ വായിച്ചിട്ട് തനിക്ക് സ്കിസോഫ്രീനിയ ഉണ്ട് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്തു, അതിന്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ ആക്ട് ചെയ്തു എന്നുള്ളത്. അപ്പം അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ടുള്ള മെഡിക്കൽ എക്സാമിനേഷൻസും കാര്യങ്ങളൊക്കെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കും എന്നുള്ളതാണ്. ആൻഡ് ആ ഒരു പാനലിൽ ഉണ്ടായിരുന്ന സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് അടങ്ങിയിട്ടുള്ള ടീം അത് കണ്ടുപിടിച്ചു, ഇതാൾ മിമിക് ചെയ്യുന്ന ഒരു സാധനമാണ്, ആൾക്ക് അങ്ങനത്തെ സിംറ്റംസോ കാര്യങ്ങളോ ഇല്ല, അങ്ങനത്തെ ഒരു അസുഖമില്ല എന്നുള്ളത്. ഒരു വ്യക്തിയുടെ
സൈക്കാട്രിക് ആയിട്ടുള്ള, ന്യൂറോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ചില ട്രെയ്റ്റ്സോ ഒക്കെ എങ്ങനെയാണ് ക്രൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ക്രിമിനൽ സൈക്കോ ന്യൂറോ പത്തോളജിയിൽ നോക്കുന്നത്. അപ്പം നമ്മൾ പല കേസസിൻ്റെയും ഹിസ്റ്ററീസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അവർക്ക് ഉണ്ടായിട്ടുള്ള അവരുടെ അപകർഷതാബോധം, സിവിയർ ആയിട്ടുള്ള ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, നിരാശ, ഫ്രസ്ട്രേഷൻ, പിന്നെ വിഷാദം, ഡിപ്രഷൻ, ആങ്സൈറ്റി, അതല്ലെങ്കിൽ മറ്റ് പല സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, ഇൽനെസ്സുകൾ, ഇതൊക്കെയാണ് ഈ ക്രൈമിലേക്ക് ലീഡ് ചെയ്ത് എന്നുള്ള രീതിയിൽ ചില കേസിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സൈക്കാട്രിക് അല്ലെങ്കിൽ ന്യൂറോപത്തോളജിക്കൽ കണ്ടീഷൻസും നമ്മുടെ ആ വ്യക്തി ചെയ്തിട്ടുള്ള ക്രൈമും അല്ലെങ്കിൽ ആ ക്രിമിനൽ ബിഹേവിയറും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് ഇവിടെ ക്രിമിനൽ സൈക്കോ ന്യൂറോപത്തോളജിയിൽ നോക്കുന്നുള്ളത്. അപ്പം എല്ലാ അസുഖങ്ങൾക്കും ഇങ്ങനെ ഒരു ലീഗൽ കൺസിഡറേഷൻ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല. അതിന് നിയമത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പ്രോപ്പർ മെഡിക്കൽ എക്സാമിനേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇവാലുവേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ക്രിമിനൽ ഇങ്ങനത്തെ ഒരു ആക്ട് ചെയ്തപ്പോൾ, സ്കിസോഫ്രീനിയ ആണെന്ന് പറഞ്ഞ് ആക്ട് ചെയ്തപ്പോഴും അതങ്ങനെയല്ല, ആൾക്ക് അസുഖമില്ല എന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. ഓക്കെ, ഇപ്പം നമ്മൾ ക്രൈം എന്താണ്, ക്രിമിനോളജി എന്താണ്, അതിൻ്റെ തിയററ്റിക്കൽ ബേസസ് ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്രിമിനൽ ജസ്റ്റിസ് ആണ്. എന്താണ് ക്രിമിനൽ ജസ്റ്റിസ്? ഇതുവരെ എടുത്തതൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കണം കേട്ടോ. എന്താണ് ക്രിമിനൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ? ക്രിമിനൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോഴേ നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്രൈംസ് നടക്കുന്നുണ്ട്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കുറേ ആക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്, ലീഗൽ ആക്ഷൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള ആക്ഷൻസും വരുന്നുണ്ട്. ഇങ്ങനെ എന്തൊക്കെയോ നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, അത് പിന്നെ അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ പിന്നീട് വരുത്തുന്നു. ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ, ലീഗലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇതിനെയൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ക്രിമിനൽ ജസ്റ്റിസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കുറേ ഗവൺമെൻറ് പ്രാക്ടീസസും ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോള്, നമ്മുടെ സൊസൈറ്റീൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ മുകളിലൊരു കൺട്രോളും കാര്യങ്ങളൊക്കെ എക്സേർട്ട് ചെയ്യുന്ന കുറേ സിസ്റ്റംസ് ഉണ്ട്. അതിപ്പം നമ്മുടെ പോലീസ് സിസ്റ്റം ആവാം, അല്ലെങ്കിൽ ജുഡീഷ്യറി ആവാം, അല്ലെങ്കിൽ കറക്ഷണൽ സംവിധാനങ്ങളാവാം. ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ക്രിമിനൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സാമൂഹിക നിയന്ത്രണം നിലനിർത്തുന്നതിനും അതുപോലെ കുറ്റകൃത്യങ്ങളെ തടയുന്നതിനും നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സർക്കാർ രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനങ്ങളും അതേപോലെ നടപടിക്രമങ്ങളുമാണ് ഈ ഒരു ക്രിമിനൽ ജസ്റ്റിസ് എന്ന് പറയുന്ന സംവിധാനത്തിലുള്ളത്. ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ ദ റൂൾ ഓഫ് ലോ, ഡെമോക്രസി, ഡെവലപ്മെന്റ്, ഹ്യൂമൻ റൈറ്റ്, ഇതിനൊക്കെ ഹൈലി ഡിപ്പെൻഡ് ചെയ്തിട്ട് ആണ് നമ്മളുടെ ഗവൺമെന്റ് സിസ്റ്റം ഉള്ളത്. അല്ലെങ്കിൽ നേരെ തിരിച്ചും പറയാം, ക്രിമിനൽ നീതി സംവിധാനത്തിൽ സർക്കാർ കൈവരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അവര് നോക്കുന്ന കാര്യക്ഷമത, അല്ലെങ്കിൽ എത്രത്തോളം നന്നായിട്ടാണ് അവർ ആ സിസ്റ്റത്തിനെ കൊണ്ടുപോകുന്നത്, അതിൽ എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നുണ്ട്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച അല്ലെങ്കിൽ നമ്മുടെ ഡെമോക്രസിയും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന് ഇപ്പം നന്നായിട്ട് റൂൾ ചെയ്യാൻ അറിയാവുന്ന ഭരണാധികാരികളുള്ള ഒരു സ്ഥലം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ആ രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകൾക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാവും. മാൽ പ്രാക്ടീസസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇനി നേരെ മറിച്ച് അവിടുത്തെ ഭരണം അത്രയും ഫ്ലോപ്പ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, എന്തും നടക്കും എന്നുള്ളൊരു സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കുറ്റകൃത്യത്തിന്റെ ഇന്റൻസിറ്റിയും കൂടും, അതിൻ്റെ ഒരു ആക്കം കൂടും. ഇപ്പം നമ്മൾ കുറ്റകൃത്യത്തെ തന്നെ ലഘുവായിട്ടുള്ള കുറ്റകൃത്യം, തീവ്രത കൂടിയ കുറ്റകൃത്യം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമല്ലോ. അപ്പൊ ആ രീതിയിൽ തീവ്രമായിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെയൊക്കെ എണ്ണം കൂടും. അതേപോലെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിന്റെ ഫ്രീക്വൻസി, ആ സാധനങ്ങളൊക്കെ കൂടിക്കൂടി വരും. അപ്പം നമ്മളുടെ നിയമവാഴ്ചയാണെങ്കിലും ഡെമോക്രസി ആണെങ്കിലും ഒക്കെ നമ്മുടെ സർക്കാരിൻ്റെയും കൂടി അവരുടെ ഭരണത്തിൻ്റെയും കൂടി ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഒരു പോയിന്റ് പറയുന്നത്. ഇനി